വെൽക്കം ടു വേഴ്സ് ടൈം. മലയാളം വേഴ്സ് ടൈം. സങ്കീർത്തനങ്ങൾ 142 5 വാക്യം. സങ്കീർത്തനം 142 5 വാക്യം. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ള ദേശത്ത് എൻ്റെ ഓഹരിയുമാവുന്നു ഞാൻ പറഞ്ഞു. നീ എൻ്റെ സങ്കേതവും എൻ്റെ ഓഹരിയുമാവുന്നു. നീ എൻ്റെ ജീവനുള്ള ദേശത്ത് എൻ്റെ ഓഹരിയുമാവുന്നു ഞാൻ പറഞ്ഞു. ജീവനുള്ള ദേശത്ത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് നമ്മുടെ സങ്കേതവും നല്ല ഓഹരിയുമായി തീരും. സങ്കേതം ഒരു കോട്ടയാണ്, ഒരു ദുർഗം, ഒരു കേടകം, അതുപോലെ ആയിത്തീരുന്നതാണ് സങ്കേതം. ഒരു ഷീൽഡ്, ഒരു മറവ്, ഒരു കവറേജ്, ഒരു കവറിങ്, ഒരു പ്രൊട്ടക്ഷൻ, ഒരു സേഫ്റ്റി കൊണ്ടുവരുന്നത് കർത്താവ് യേശുപ്പച്ചനാണ്. യേശുപ്പച്ചനെ നമ്മൾ എപ്പോഴും ദൈവത്തെ വിളിക്കാമെന്ന് ദൈവം നമ്മളോട് പറയുന്നു. കർത്താവിനെ സ്തുതിപ്പാൻ നമ്മളെ തന്നെ കർത്താവിനെ ആലോചന കേൾക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞേക്കെന്ന് വെച്ചാൽ, ഐ ക്രൈഡ് ഔട്ട് ടു യു, ഓ ലോർഡ്. ഐ സെഡ്, യു ആർ മൈ റെഫ്യൂജ്, മൈ പോർഷൻ ഇൻ ദ ലാൻഡ് ഓഫ് ദ ലിവിങ്. God is a portion in the land of living. I am the portion in the land of living. You are my refuge, my portion. You are my refuge. ദൈവം നമ്മുടെ റെഫ്യൂജാണ്. ദൈവം നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരു റെഫ്യൂജായി കൂടെ ഇരിക്കട്ടെ. റെഫ്യൂജിന് മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്ന അനുഭവം. ഈ ലോകത്ത് പ്രൊട്ടക്ഷൻ മനുഷ്യർ തരത്തില്ല, യേശു തരും. പ്രൊട്ടക്ഷൻ കൊണ്ടാൻ തരും. പ്രൊട്ടക്ഷനുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൊട്ടക്ഷനോടായിരിക്കാൻ, ഒരു ഷീൽഡായിട്ടിരിക്കാൻ, ഒരു കോട്ടയെ സങ്കേതമായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ രാത്രി കാലം നമ്മൾ ഈ വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 142 5 വാക്യം. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ള ദേശത്ത് എൻ്റെ ഓഹരിയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ വാക്യം നമുക്ക് ധ്യാനിക്കാം. നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുക. സൈന്യങ്ങൾ യഹോവ നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാവുന്നു. ഇതെല്ലാം വാക്കിയത് സങ്കീർത്തനം 46 7 11 7 and 11 വേഴ്സ്. ദിസ് വേഴ്സ് സങ്കേതമായിരിക്കുന്നു. കർത്താവിൻ്റെ സങ്കേതമായി കോട്ടയായിരിക്കും. അടുത്ത വാക്യം, എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുക എന്നിലെ ബലവാന്മാരാക്കിയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഇത് മൊത്തം നമ്മൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വാക്യങ്ങളാണ്. 142 സങ്കീർത്തനം മുഴുமைയായിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഓർക്കണം, നമ്മളെ പ്രൊട്ടക്ഷനിൽ കൊണ്ടുവരുന്ന അധ്യായം. ഇന്ന് ഈ വാക്യം 142 അധ്യായം നിങ്ങൾ വായിച്ചിട്ട് കിടക്കുക. കർത്താവ് കോട്ടയായ സങ്കേതമായിരിക്കും. ആമേൻ, ആമേൻ.